പ്രിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മൾ കുറച്ച് സമയമായിട്ട് വീഡിയോ ഒന്നുമില്ല. ഞാൻ പിന്നെ അത്യാവശ്യത്തിന് മാത്രമാണ് വീഡിയോ ഇടുന്നത്. അതായത് നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതിയിട്ടാണ്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ നിർത്താതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യമുള്ള സമയത്ത് മാത്രം വീഡിയോ ഇടുന്നത്. എന്തായാലും ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ തൊഴിൽ വേതനം വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് നമ്മൾ ഇത്രയും നാൾ കുറേ മാസങ്ങളായിട്ട് എന്ത് ചെയ്യുന്നത്, നമുക്ക് വരാതിരിക്കുന്ന പൈസയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശരി, നമുക്ക് 2025 ഒക്ടോബർ 29 വരെയുള്ള പൈസയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിന് ശേഷമുള്ള പൈസ ഇനിയും വരാൻ ബാക്കിയുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ മേറ്റുമാരുടെ കൂലിയെപ്പറ്റി ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തൊഴിലാളികളുടെ കൂലിയും കൂടെ വന്നിട്ടുണ്ട്. അതായത് 2025 ഒക്ടോബർ 29 വരെയുള്ളത്. അപ്പോൾ ഒക്ടോബർ കഴിഞ്ഞ് നവംബർ ഡിസംബറിലുള്ളത് ബാക്കിയുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതും താമസിയാതെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ഏതായാലും ഒരു വർഷം കഴിയാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ ഇനി ഈ മാസം മാർച്ച് 10 വരെയൊക്കെ ഏകദേശം പല സ്ഥലങ്ങളിലും പണി നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മളെ VBG റാംജിയിലേക്ക് നമ്മൾ മാറുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ NMMSൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട് അല്ലേ. എല്ലാവരും അറിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ NMMSൻ്റെ പുതിയ അപ്ഡേഷൻ വരികയാണ്. ഇനി മുതൽ നമ്മൾ ഗ്രൂപ്പായിട്ട് നിന്നിട്ടല്ല ഫോട്ടോ എടുക്കേണ്ടത്, ഓരോ ആൾക്കാരുടെ ഫോട്ടോ ആണ് എടുക്കേണ്ടത്. അതിനാണ് നമ്മൾ മുന്നേ KYC ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ഓരോ ആൾക്കാരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ കണ്ണും മൂക്കും അതൊക്കെ കൃത്യമായിട്ട് കിട്ടുന്ന രീതിയിൽ, ചെവിയൊക്കെ കിട്ടുന്ന രീതിയിൽ കണ്ണ് ചിമ്മി തുറന്നിട്ടൊക്കെ നമ്മൾ ഫോട്ടോ എടുത്ത് KYC ചെയ്തിട്ടുണ്ടല്ലോ, അത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മളിനി വരാൻ പോകുന്നത് ഓരോ ആൾക്കാരുടെ ഫോട്ടോയാണ്. അപ്പോൾ അത് അതേപോലെ തന്നെ ഈ ആധാർ ലിങ്ക്ഡ് ആളാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഫോട്ടോ എടുക്കുന്നതും. ഈ ആധാറിൽ കൊടുത്തിരിക്കുന്ന ആൾ ഒരാൾ തന്നെയാണ് KYC ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോട്ടോ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് KYC ലിങ്ക് ആണെങ്കിൽ നമ്മുടെ ഗ്രീൻ കളറിലുള്ളൊരു ടിക്ക് വരും. അപ്പോൾ അങ്ങനെയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. വിശദമായിട്ട് നമുക്ക് ലിങ്ക് കിട്ടിയതിന് ശേഷം ലിങ്ക് ഓരോ സ്ഥലത്തും ഇപ്പോൾ കിട്ടും. ഇപ്പോൾ ആദ്യമായിട്ട് തിരുവനന്തപുരത്തിലാണ് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ വരുന്നതിനനുസരിച്ച് നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. അതേപോലെ തന്നെ നമുക്കിനി ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. കാരണം ഇനി വരാൻ പോകുന്നത് ഇതുവരെ നമ്മൾ ചെയ്യാത്ത അല്ലേ, ഒരുപാട് വർഷങ്ങളായിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയെ മൊത്തത്തിൽ മാറ്റിയിട്ടാണ് വരാൻ പോകുന്നത് അല്ലേ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നത് നമ്മുടെ ചാനലിൻ്റെ പേര് കൂടെ അതാണ്. അപ്പോൾ ഇനി അത് ആ പദ്ധതി എന്നത് അതിൻ്റെ പേര് മാറ്റി VBG റാംജി എന്ന പേരിലേക്ക് വരികയാണ് തൊഴിലുറപ്പ്. അപ്പോൾ ചാനലിൻ്റെ പേരല്ലേ മാറ്റുന്നത്, പുതിയ ബില്ല് പാസ്സാക്കി എടുത്തല്ലോ. അപ്പോൾ അടുത്ത മാർച്ച് മാസം വരെ ഇപ്പോൾ ഇതിലേക്ക് പോകും. മാർച്ചിന് ശേഷം പൂർണ്ണമായിട്ടും നമ്മൾ VBG റാംജിയിലേക്ക് മാറുകയാണ്. അപ്പോൾ അത് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, വിശദമായിട്ട് കാണാം. പക്ഷേ അന്നേരത്തെ ഒരു കാര്യം, ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് വിചാരിച്ചാൽ, നമ്മളിപ്പോൾ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ കാലമായിട്ട് മാസങ്ങളായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയം VBG റാംജിയിൽ ഉണ്ടാവില്ല. ജോലി ചെയ്ത് കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ പണം കിട്ടും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇപ്പം ഞാൻ വന്നത് നമ്മുടെ തൊഴിലാളികളുടെ തൊഴിൽ വേതനം എല്ലാവരുടേതും നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാം. അറിയാൻ വേണ്ടി അറിയിച്ച് എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി വിശദമായിട്ടുള്ള വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, പരമാവധി ഒന്ന് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് മാക്സിമം ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ സംശയങ്ങൾക്ക് പരമാവധി ഞാൻ മറുപടി തരുന്നുണ്ട്. എല്ലാവിധ സഹകരണങ്ങളും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അപ്പോൾ എന്ത് കാര്യം ചെയ്യുക വെച്ചാൽ നിങ്ങൾ
ഇതൊന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ഹൈപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.